ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയുന്ന ജ്യോതിഷ വിഷയം വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ പറ്റിയാണ്. ഈ വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ജ്യോതിഷ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ഇനി വരുന്ന എൻ്റെ മറ്റ് ജ്യോതിഷ പ്രോഗ്രാമുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വിഷയം വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ്? കർക്കിടകൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. സമ്പത്തും സൗഭാഗ്യവും തേടി വരുന്ന ഒരു സമയമാണ്. ഏത് ഗ്രഹമാണെങ്കിലും അത് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകന് കിട്ടാൻ പോകുന്നത് സമ്പത്തും സൗഭാഗ്യവും ആദരവും അംഗീകാരങ്ങളും അവർക്ക് വളരെയധികം നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമായിരിക്കും ഒരു ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകർക്കുള്ളത്. അപ്പോൾ ഇവിടെ ഏത് നക്ഷത്രക്കാർക്കാണ് കൂടുതൽ ഗുണം കിട്ടുന്നതെന്ന് നോക്കാം. തുലാക്കൂറിൽ ഈ വേഴത്തിന്റെ അതായത് 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിൽ നിന്നും ഇപ്പോൾ നിൽക്കുന്ന കർക്കിടകൻ രാശിയിൽ നിന്നും വേഴം ഇപ്പോൾ നിൽക്കുന്ന കർക്കിടകൻ രാശിയിൽ നിന്നല്ല മിഥുനൻ രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഒക്ടോബർ 18 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിലാണ് ഉച്ചത്തിലേക്ക് പ്രവേശിക്കുന്നത്. വേഴം ഇപ്പോൾ നിൽക്കുന്നത് ആ സതിക്കുമ്പ് നിൽക്കുന്നത് വേഴം മിഥുനൻ രാശിയിലാണ്. 2018 ഒക്ടോബർ 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ഞാനൊന്നും കൂടി വ്യക്തമായി പറയാം. 2025 ഒക്ടോബർ 18 വേഴം കർക്കിടകൻ രാശിയിലാണ് ഉച്ചത്തിൽ പ്രവേശിക്കുന്നത്. അതുമൂലം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഗജകേസരി യോഗം വരുന്നത്? തുലാക്കൂറിൽ വരുന്ന ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി. ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാലി ഈ നക്ഷത്രങ്ങൾക്ക് വേഴം 10 വരുന്നത്. അതായത് കർമ്മഭാഗത്ത് വരെയാണ്. അപ്പൊ കർമ്മത്തിൽ ഏറ്റവും കൂടുതൽ കർമ്മം എന്ന് പറഞ്ഞ പ്രവൃത്തി, കർമ്മം എന്ന് പറഞ്ഞ പ്രവൃത്തിയാണ്. അപ്പൊ പ്രവൃത്തിയിൽ ഏറ്റവും ഗുണം ഉണ്ടാവുന്ന ഒരു സമയമായിരിക്കും. ഏത് ഗ്രഹമാണെങ്കിലും അത് ഉച്ചത്തിൽ നിൽക്കുമ്പോൾ ആ ജാതകനോ അല്ലെങ്കിൽ ഗോചരപരമായിട്ടോ